ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ ഫാർ ക്രൈ 4 എന്ന് പറയുന്നത്. ഗൈസ്, ഒട്ടുമുക്കാൽ ആൾക്കാർക്ക് ഇത് അറിയാവുന്നതായിരിക്കും. ഈ ഒരു ഗെയിമിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഗെയിമിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില്ലിന് ഭയങ്കര പ്രാധാന്യമായിരിക്കും ഗൈസ് ഈ ഒരു ഗെയിമിൽ കൊടുക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ സ്റ്റോറി ലൈനും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അതായത് ഈ ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഒരു ഇതിലാണ്. അതായത് ഈ ഹിമാലയ നേപ്പാളിൻ്റെ ഇടയ്ക്ക് ഒരു കെരാറ്റിൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഗൈസ്. അവിടെ ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് നമ്മുടെ നായകൻ AJ എന്ന് പറഞ്ഞാണ്, അവൻ്റെ അമ്മയുടെ ചിതാഭസ്മം നമ്മൾ ഇവിടെ ലങ്കയിലോ അവിടെ കണ്ട് ഒഴുക്കാനെങ്ങാണ്ടാണ് ഗൈസ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഗൈസ്. അവിടെ നിന്നാണ് നമ്മുടെ ആ സ്റ്റോറിയുടെ ഒക്കെ ഒരു തുടക്കം ഗൈസ്. അടിപൊളി ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഗെയിമാണ് ഗൈസ്. പിന്നെ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആണ്, സൂപ്പർ ഗെയിമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാർ ക്രൈ സീരീസ് എന്ന് പറയുന്നത് ഗൈസ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കെരാറ്റിന് സ്പെഷ്യലായിട്ട് കുറച്ച് മിലിറ്ററികളൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവന്മാർ ഇച്ചിരി സീനായിട്ടുള്ള അവന്മാരാണ്. ഇവന്മാരെല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെ നമ്മളെ കയറ്റിയെടുത്തുള്ളൂ. അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവന്മാർ കുറേ പേരുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ഗൺസും കാര്യങ്ങളും എല്ലാം അവന്മാരെല്ലാം ഉണ്ട്. നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ചിതാഭസ്മം മാത്രമേ ഉള്ളൂ, ഗണ്ണും കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. അവന്മാരെന്തോ കണ്ടുപിടിച്ചെന്നാണ് തോന്നുന്നത് ഗൈസ്. പൈസയൊക്കെ തട്ടിക്കളഞ്ഞ് ഗൈസ്. അവനെന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. പൈസയൊക്കെ കൊടുത്തിട്ട് അവന്മാരെല്ലാം ഇറങ്ങി ഓടി ഗൈസ്. ഇവിടെ വെടി പൊട്ടി കേട്ടോ. ഇവിടെ എല്ലാമാരെയും വെടി വെച്ച് കൊന്ന്. വേണ്ട, ഒരുത്തനെ ഒറ്റയ്ക്ക് ഒരു പിസ്റ്റലും കൊണ്ട് വെടിവെക്കുന്നു ഇത്രയും പേര് ഗൈസ്. അവൻ ഒരുത്തനെ കൊന്നു കേട്ടോ. നമുക്ക് കിട്ടി